പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ കുറിച്ച് മുൻ മജിസ്ട്രേറ്റ് പങ്കുവച്ച ഒരു ദൃശ്യമുണ്ട്. ദേ നോക്കി, ഒരു മജിസ്ട്രേറ്റ് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് കേരള ഗീബൽസ് എന്ന പേരിൽ സത്യം ചെരുപ്പിടുമ്പോഴേക്കും സതീശൻ ലോകം ചുറ്റി വന്നിരിക്കുമെന്ന ഒരു കാർട്ടൂൺ പങ്കുവെച്ചുകൊണ്ടാണ് എസ് സുദീപിന്റെ പോസ്റ്റ്. നേരത്തെ സംഘപരിവാർ ജഡ്ജിമാരുടെ തിട്ടൂരങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റാത്തതിനാൽ സർവീസിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയ സുദീപ് എന്ന മജിസ്ട്രേറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പല രാഷ്ട്രീയ വിഷയത്തിലും ശക്തമായ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മനോരമ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാർട്ടൂൺ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പോലും മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിന്റെ ഗീബൽസ് ആരാണ്? ഗീബൽസ് കള്ളങ്ങൾ ആവർത്തിച്ചു പറയൂ, ആ കള്ളങ്ങൾ ഒരു കാലം സത്യമായി ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലെ ഗീബൽസിൻ തന്ത്രം പ്രയോഗിക്കുന്ന അടിമുടി നുണയനാണ് സതീശനെന്ന് തെളിയിക്കുന്നതാണ് ആ ചിത്രം. കേരളത്തിന്റെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം ഒരു വിമർശനം പുറത്തു വന്നിട്ട് അത് വാർത്തയല്ല. അതിനെ സംബന്ധിച്ച് ചെറിയൊരു കാർഡ് കൊടുക്കാൻ പോലും അവർക്ക് വിസമ്മതം. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഇത്തരം ഒരു കാർട്ടൂൺ പുറത്തു വന്നിരുന്നതെങ്കിൽ കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടേനെ. പക്ഷേ അഭിനവ ഗീബൽസിനെ സംരക്ഷിക്കേണ്ടതും അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കേണ്ടതും അവരെ സ്ഥാനമാനങ്ങളിൽ എത്തിക്കേണ്ടതും കേരളത്തിലെ മാധ്യമങ്ങളുടെ ചുമതലയായി മാറിയിരിക്കണം. അല്ലെങ്കിൽ മാധ്യമ മുതലാളിമാർക്ക് ലഭിച്ചിരിക്കുന്ന കോടികൾ അവരെ അതിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് വാർത്തകളല്ല, സതീശൻ എന്നാൽ മഹാനാണ്, സതീശൻ എന്നാൽ സൂപ്പറാണ് തുടങ്ങിയ വാർത്തകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറക്കി വിടുക. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഒപ്പം അധികാരത്തിലെത്തുകയാണെങ്കിൽ കോടാനുകോടി രൂപ ഈ നാടിന്റെ നികുതി പണത്തെ പരസ്യമെന്ന പേരിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തള്ളിത്തരാം. ഈ രണ്ട് ഡീലിങ്സും നടത്താൻ കരാറായതിനാൽ കേരളത്തിലെ യഥാർത്ഥ നുണയനെ സംബന്ധിച്ച് ഒരു വാർത്തയോ പച്ചക്കള്ളം പറയുന്ന വ്യക്തിയാണെന്ന് സമൂഹത്തിന്റെ കോടതികളിലിരുന്ന മജിസ്ട്രേറ്റുമാർക്ക് വരെ ബോധ്യപ്പെട്ടെങ്കിലും മാധ്യമങ്ങൾക്ക് അത് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പിന്നിലെ രഹസ്യം ഒറ്റ കാര്യം മാത്രമാണ്. കൈ നിറച്ച് മുതലാളിമാർക്ക് പണം എത്തിച്ചു കൊടുത്തു. കള്ളപ്പണമാകാനാണ് സാധ്യത. ബൈ അക്കൗണ്ട് ആണെങ്കിൽ കൈയോടെ പിടിക്കപ്പെടുമല്ലോ. മുതലാളിമാരുടെ വീടുകളിലേക്ക് സതീശൻ രഹസ്യ സന്ദർശനം നടത്തി പെട്ടിക്കണക്കിന് രൂപ എത്തിച്ചിരിക്കുന്നു. സഹായിക്കണം, ബാക്കിയൊക്കെ അധികാരം കിട്ടിയതിന് ശേഷം എന്ന ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കപട വ്യക്തിയെപ്പോലും സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന, മഹത്വവൽക്കരിക്കുന്ന ആ നാറിയ പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനമെന്ന് തെളിയിക്കുന്നതാണ് മജിസ്ട്രേറ്റിന്റെ ഈ പോസ്റ്റ് എന്ന് പറയേണ്ടി വരികയാണ്.